സ്വാഭാവികമായിട്ടും അത്തരമൊരു വിഷയം ഉണ്ടാക്കുന്നത് ഒരു വെടിവെപ്പിലേക്കൊക്കെ കലാശിച്ച് കുറച്ച് മരണങ്ങളൊക്കെ ഉണ്ടായി രാജകത്വത്തിലേക്ക് രാജ്യത്തെ നയിക്കാം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഈ നീറ്റ് എക്സാമിൽ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് പോലും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഒരു കൂട്ടർ പറയുന്നത് 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരണം, ഒരു കൂട്ടർ പറയുന്നത് 2014 മുമ്പുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം, ഒരു കൂട്ടർ പറയുന്നു നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഞങ്ങൾ താഴെ ഇറക്കും. മലപ്പുറത്തൊക്കെ പോയിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു എന്താണ് നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം. അല്ല, അത് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, അത് കേന്ദ്ര സർക്കാരല്ല അതിന്റെ അപ്പുറത്തുള്ള ആളുകളായാലും അത് എന്താണ് തിരുത്തേണ്ടത് എന്നധികം പറഞ്ഞു. ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയമല്ലേ കേരളത്തിൽ PSC എക്സാം സർക്കാർ തന്നെ അട്ടിമറിച്ചിട്ട് അനർഹരായിട്ടുള്ള ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്നുള്ളത് കേരളത്തിലല്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സർക്കാരിന് നേരിട്ട് പങ്കൊന്നുമില്ലല്ലോ. വിദ്യാർത്ഥികളുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ സിസ്റ്റം കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ്. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഭൂരിപക്ഷമുള്ള സർക്കാർ മാറി നിന്നിട്ട് 99 MP മാത്രമുള്ള എന്താ പിന്നെ നിങ്ങൾ ഭരിച്ചു എന്ന് പറയലാണോ ജനാധിപത്യം? അതാണ് ഞാൻ പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തി ഒരു അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ നോക്കുന്നത്. നമസ്കാരം. രാജ്യതലസ്ഥാനം വലിയ പ്രതിഷേധ തീയിലാണിപ്പോൾ. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോൾ രാജ്യത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യതലസ്ഥാനമായ ഡൽഹി അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്ന ഈ സമരത്തിന് പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ് BJP നേതൃത്വം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഇത്ര കാലവും ഈ രാജ്യത്ത് പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും പ്രതികരിക്കാതിരുന്ന സെലിബ്രിറ്റികൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമരത്തിന് മാത്രം വലിയ പിന്തുണ നൽകുന്നത് എന്നതിന് പിന്നിലും വലിയ ദുരൂഹതയുണ്ട് എന്ന് BJP നേതൃത്വം ആരോപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില താരങ്ങളുടെ വസതിക്ക് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ച പോലും ഇന്ന് കാണാൻ സാധിച്ചു. ഇന്ന് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് BJPയുടെ സംസ്ഥാന സെൽ കോർഡിനേറ്റർ ആയിട്ടുള്ള VK സജീവനാണ്. അല്ല, തീർച്ചയായും വിദ്യാർത്ഥി സമരമാണ്, നീറ്റ് എക്സാം ആണ് കാരണം എന്നുള്ള നിലയിൽ നടത്തുന്ന സമരം തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ളതും രാജ്യത്തിനെതിരായിട്ടുള്ളതുമായിട്ട് മാറുകയാണ്. അതിൽ നമ്മൾ നോക്കാം, പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ പ്രക്ഷോഭങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്നും നിരോധനാജ്ഞയുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സമയത്ത് സമരത്തിന് തിരഞ്ഞെടുക്കുന്നു, പെർമിഷൻ എടുക്കുന്നില്ല. പെർമിഷൻ എടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ അടുത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് പുറമെ പോലീസിനെ അങ്ങോട്ട് ആക്രമിക്കുന്നു, വാഹനങ്ങൾ ആക്രമിക്കുന്നു, പാർലമെന്റിലേക്ക് ഞങ്ങൾ പോകും, പാർലമെന്റ് ഞങ്ങൾ കത്തിക്കും, പാർലമെന്റ് ഞങ്ങൾ നേപ്പാളിലെ പോലെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. ഇപ്പം സ്വാഭാവികമായിട്ടും അത്തരമൊരു വിഷയം ഉണ്ടാക്കുന്നത് ഒരു വെടിവെപ്പിലേക്കൊക്കെ കലാശിച്ച് കുറച്ച് മരണങ്ങളൊക്കെ ഉണ്ടായി ഒരു അരാജകത്വത്തിലേക്ക് രാജ്യത്തെ നയിക്കാം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി ഒക്കെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയിട്ട് സമരം ചെയ്യുന്നു. അത് അതീവ സുരക്ഷാ മേഖലയാണെന്നും അത് നാളിതുവരെ നടന്നിട്ടില്ലാത്ത ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണെന്നും അറിയാത്തവരല്ലല്ലോ അവര്. കാരണം പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കൂ, ആ സമയത്ത് തന്നെ ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി, ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് അവിടെ പോകുന്നു. അവരോട് എന്താണ് വിഷയമെന്ന് ആരായുന്നു, എന്താണ് ഡിമാൻഡ് എന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു പാർലമെന്റിൽ നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കണം. അത് ഈ രാജ്യത്തെ ജനങ്ങളെ കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉടനെ തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി അവരെ അറിയിക്കുകയാണ്. ഉടനെ രാഹുൽ ഗാന്ധി പറയുന്നു അത് മാത്രം പോരാ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക കൂടെ വേണം എന്ന്. ഇതിന് റിപ്ലൈ കിട്ടിയതിന് ശേഷം വീണ്ടും അഡീഷണൽ ആയിട്ട് മാറ്റി പറയും. രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോടൊക്കെ മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഈ നീറ്റ് എക്സാമിൽ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് പോലും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഒരു കൂട്ടർ പറയുന്നത് 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരണം, ഒരു കൂട്ടർ പറയുന്നത് 2014 മുമ്പുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം,
ഒരു കൂട്ടർ പറയുന്നു നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഞങ്ങൾ താഴെ ഇറക്കും. ഇപ്പൊ മലപ്പുറത്തൊക്കെ പോയിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു എന്താണ് നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം. അല്ല, അത് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അത് കേന്ദ്ര സർക്കാരല്ല, അതിന്റെ അപ്പുറത്തുള്ള ആളുകളായാലും അത് എന്താണ് തിരുത്തേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, നീറ്റ് എക്സാമിന്റെ വിഷയം ഏതാണ്ട് ജൂലൈ 16 അവസാനിച്ചു. കാരണം രണ്ടാമത് എക്സാമിനേഷൻ നടത്തി, അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ എഴുതിയതിൽ 11.21 ലക്ഷം ആളുകൾ അതിൽ എലിജിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ 56% ആളുകൾ എലിജിബിൾ ആണ്. അവരുടെ കൗൺസിലിംഗ് ആരംഭിച്ചു. ആ എക്സാം നടത്തിയത് നമുക്കറിയാം. അതും ചർച്ചയായിരുന്നല്ലോ, പട്ടാളത്തിന്റെ സഹായം തേടി. ശരിയാണ്, കുറ്റമറ്റ രീതിയിൽ സർക്കാർ പുനഃപരീക്ഷ നടത്തി വിദ്യാർത്ഥികളോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ നിന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ചീഫ് ജസ്റ്റിസ് നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ വ്യാജ ബിരുദം ഉണ്ടാക്കി നിയമ വഴിയിലേക്കൊക്കെ വരുന്ന ആളുകളെ കരുതി, അതാണല്ലോ തുടക്കം എന്ന് പറയുന്നത്. ഇവർ പറയുന്നതിന്റെ തുടക്കം ഇതൊന്നും അല്ല തുടക്കം എന്നുള്ളത് നമുക്കറിയാം. കാരണം നേരത്തെ ടുക്കടെ ഗ്യാങ് നടത്തിയിട്ടുള്ള ഇന്ത്യയെ ഛിന്നഭിന്നമാക്കണം, ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ പല ശ്രമവും നടത്തുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ നമുക്ക് അസലായിട്ട് അറിയാം. പക്ഷെ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ ശരിക്കും പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ. എന്തിനധികം പറയുന്നു, ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയമല്ലേ കേരളത്തിൽ PSC എക്സാം സർക്കാർ തന്നെ അട്ടിമറിച്ചിട്ട് അനർഹരായിട്ടുള്ള ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്നുള്ളത് കേരളത്തിലല്ലേ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സർക്കാരിന് നേരിട്ട് പങ്കൊന്നുമില്ലല്ലോ. ഈ കാര്യം നീറ്റിന്റെ കാര്യത്തിൽ കണ്ടെത്തിയത് പോലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവരുടെ കൺട്രോളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അവരാണ് മെയ് 3 നടക്കുന്ന എക്സാമിന് 4 ദിവസം ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. മെയ് 15 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളോട് ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് അത് പരിഷ്കരിക്കാനുള്ള, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ സിസ്റ്റത്തിലേക്കും രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് കുറ്റമറ്റതാക്കാനും പരിശ്രമിച്ചിട്ടുള്ളത്. 13 പേരെ കുറ്റക്കാരെ കണ്ടെത്തി. അത് CBI ആണ് അന്വേഷിക്കുന്നത്. അപ്പൊ അതിന്റെ വിചാരണ ഒരു ഭാഗത്ത് നേരിടുന്നു. എന്താണ് അതിന്റെ പശ്ചാത്തലം? ആ പശ്ചാത്തലം വെച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരു നോട്ടീസ് കൊടുത്തോ? നമ്മൾ നോക്കൂ. ഇതൊക്കെ പറയുമ്പോൾ പാർലമെന്റിൽ ഈ കാര്യം ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു നോട്ടീസ് കൊടുത്തു. അതാ ഞാൻ പറഞ്ഞ നിയമവിരുദ്ധമാണ് ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ശരി, നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോ ആ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. JP നഡ്ഡയെ പോലുള്ള ആളുകൾ CJP പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായി. അദ്ദേഹം സോനം വാങ്ചുക്ക് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പോയിട്ട് സന്ദർശിക്കാൻ തയ്യാറായി. ഇതൊക്കെ മുൻകാലത്ത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പം കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളുടെ താല്പര്യത്തോടൊപ്പമാണ്. വിദ്യാർത്ഥികളുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ സിസ്റ്റം കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ്. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? അതില് 20 പേര് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ശരി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ഇനി അടുത്ത വർഷങ്ങളിൽ പരീക്ഷ കുറച്ചും കൂടെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ വെക്കേണ്ടത് അതിന് രാജ്യത്ത് ഒന്നടങ്കമുള്ള ജനപ്രതിനിധികൾ പാർലമെന്റിലല്ലേ അത് അവതരിപ്പിക്കേണ്ടത്. അതിനുള്ള സാഹചര്യം സർക്കാർ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം അതാണല്ലോ മെയിൻ ആവശ്യം. അപ്പൊ നീറ്റ് എക്സാം കുറച്ചും കൂടെ വിമുക്തമാക്കാൻ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ എന്താണ് നിർദ്ദേശം, എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? അതൊന്നും ചർച്ച ചെയ്യാതെ മോദി സർക്കാരിനെ ഞങ്ങൾ താഴെ ഇറക്കുമെന്ന് പറഞ്ഞാൽ 318 MP പിന്താങ്ങുന്ന ഒരു സർക്കാരിനെ 99 MP പിന്താങ്ങുന്ന പ്രതിപക്ഷ നേതാവ് പറയാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല. എന്താ ജനാധിപത്യം എന്ന് പറയുന്നത്? ഭൂരിപക്ഷമുള്ള സർക്കാർ മാറി നിന്നിട്ട് 99 MP മാത്രമുള്ള എന്താ പിന്നെ നിങ്ങൾ ഭരിച്ചു എന്ന് പറയലാണോ ജനാധിപത്യം? ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ അതിന് സമരത്തിന് പോലീസ് ലാത്തിചാർജ് ചെയ്താണോ? എവിടെയാ ലാത്തിചാർജ് ചെയ്യാത്തത്? ഇപ്പൊ KSU പ്രവർത്തകർക്കെതിരായിട്ട് കേരളത്തിലെ VD സതീശന്റെ ഗവൺമെന്റ് ലാത്തിചാർജ് ചെയ്യുന്നില്ലേ? അതായത് നിയമം ലംഘിക്കപ്പെടുമ്പോ അത് പുനഃസ്ഥാപിക്കാൻ നിശ്ചയിക്കപ്പെട്ട അതിന് ചുമതലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്തിരിക്കും. അത് ഏത് സർക്കാരാ നോക്കിയിട്ടല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ KSUവിനെതിരായിട്ട് VD സതീശന്റെ സർക്കാർ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ അപ്രസക്തമാണ്. അതാണ് ഞാൻ പറയുന്നത്.
നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തി ഒരു അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ നോക്കുന്നത്. ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് വിദ്യാർത്ഥികളോടൊപ്പമാണ്. വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, അത് പരീക്ഷ പിന്നെ കുറ്റമറ്റതാക്കുന്നതായാലും ഈ കുടുംബങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതായാലും ഒക്കെ അതിനോടൊപ്പമാണ് സർക്കാർ എന്ന് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അല്ലാത്തവരുടെ മനസ്സിൽ എന്നാ പിന്നെ ഇതൊരു ചാൻസ് ആണ്, നരേന്ദ്രമോദിയെ താഴെ ഇറക്കി കളയാം, ഇന്ത്യയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാം എന്നൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആഗ്രഹിച്ച് അവരുടെ പണവും മേടിച്ച് കുറെ സെലിബ്രിറ്റികൾ ഇറങ്ങി ഈ നാടകമൊന്നും ഇന്ത്യ രാജ്യത്ത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ആ വേദികളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ നമുക്ക് അഫ്സൽ ഗുരുവിന് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ നീറ്റ് പരീക്ഷ അഫ്സൽ ഗുരു എന്ന രാജ്യദ്രോഹിയായിട്ടുള്ള അഫ്സൽ ഗുരുവിന് എന്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നത്? കാശ്മീരിൽ 2014 മുമ്പുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, എനിക്ക് ബോറടി മാറാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 4 കാശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് എനിക്കൊരു ഹോബി ആയിരുന്നു എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴാണ് കേസ് പിന്നെ വിചാരണ തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായിട്ട്. 90കളിൽ അദ്ദേഹം ഇങ്ങനെ ബോറടി മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങി കാശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊല്ലുമായിരുന്നു പോലും. ആ സിറ്റുവേഷനിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? അതുകൊണ്ട് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ഇവരെ ഉയർത്തുന്ന ക്യാപ്ഷൻ അതൊക്കെ വളരെ അപകടകരമാണ്. അതേസമയം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്താനും എന്ത് വേണമെങ്കിലും അത് കേന്ദ്ര സർക്കാർ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കഴിഞ്ഞ ആരോപണങ്ങളെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം 16 ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. കാരണം അതിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു, അതിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ പരിഷ്കരണങ്ങൾ വേണമെന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ അതിൽ ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും നഷ്ടപരിഹാരം കൊടുക്കാനും ഒക്കെ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന് അതും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം നാടകങ്ങൾ അവസാനിപ്പിക്കണം. അതിന് പിന്തുണ കൊടുക്കുന്നവരും ഒന്നും കൂടെ ഈ കാര്യത്തെക്കുറിച്ച് റീതിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. നിങ്ങൾ നോക്കൂ, മലയാളികളായിട്ടുള്ള മാധ്യമങ്ങളും മലയാളികളായിട്ടുള്ള സെലിബ്രിറ്റികളുമാണ് ഇതിലേറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ള വിഷയമായിരുന്നല്ലോ ഈ സെക്രട്ടേറിയറ്റിലെ ആശാ വർക്കർമാരുടെ സമരം. സെക്രട്ടേറിയറ്റിലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഉദ്യോഗം ലഭിക്കാതെ മറികടന്ന് ബാക്കി ആളുകൾ സ്വാധീനത്തിലൂടെ കയറിയതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റ് നടയിൽ മണ്ണ് തിന്ന് പ്രതിഷേധിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിനെ നമ്മളെ കണ്ണു മുമ്പിൽ കണ്ടതാണ്. അത് അതിശയോക്തിയല്ല, മണ്ണ് തിന്നു അവർ യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു സമരം നടന്നത് ഈ കേരളത്തിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ മാത്രം, സെക്രട്ടേറിയറ്റ് നടയിൽ മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സെലിബ്രിറ്റീസ് ഒക്കെ അന്ന് എവിടെയായിരുന്നു ഉള്ളത്? മനുഷ്യത്വം അല്പമെങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇത് ഏകപക്ഷീയമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലൊക്കെ അവർ പ്രതികരിക്കണ്ടേ? മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സാവരിയ ബസന്ത് എന്ന് പറയുന്ന ഒരു കുട്ടി MBBS വിദ്യ നേടാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ നമ്മുടെ കേരളക്കാരനായിട്ടുള്ള ഒരു പയ്യൻ, ലവ് ജിഹാദ് അല്ലെന്ന് എങ്ങനെയാണ് പറയാ, മതം മാറാത്തതല്ല പേരിൽ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനം എത്രയാണ്? ഒടുവിൽ ആ തലക്കടിച്ച് കൊന്നല്ലോ. ആ സാവരിയ ബസന്തിന് വേണ്ടി കേരളത്തിൽ മെഴുകുതിരി കത്തിച്ചോ ആരെങ്കിലും? ആ സാവരിയ ബസന്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഐക്യദാർഢ്യ പോസ്റ്റുമായിട്ട് വന്നു? ഫേസ്ബുക്കാണല്ലോ ഇവരെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ മനുഷ്യാവകാശമാണ് പ്രധാനമെങ്കിൽ, നിങ്ങൾക്ക് മനുഷ്യത്വമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ, എന്തുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്ന ഇത്തരം അനീതികൾക്കെതിരായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇവരിടുന്നില്ല? അവിടെയാണല്ലോ നമുക്ക് സംശയം വരുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഞാൻ ഫ്ലൈറ്റ് എടുത്ത് പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ആളുകൾ. എന്തൊരു ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് നടയിലും കൊച്ചിയിലും ഒക്കെ നടന്ന ഈ പിന്നെ നേഴ്സുമാരുടെ സമരത്തിലും പിന്നെ സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ നടന്ന ഈ ആശാ വർക്കർമാരുടെയും റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ സമരത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ പോലും അവരാരും ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തവർ ഒരു എന്താ പറയേണ്ടത്, ഒരു ഐക്യരൂപം ഉണ്ടാക്കി ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ അതിൽ ജനങ്ങൾക്ക് അതിൽ നല്ല സംശയമുണ്ട്. കാരണം അവർക്ക് ഈ നീറ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് പോലും സമരത്തിന് പോകുന്ന വളണ്ടിയേഴ്സിന് പോലും അറിയില്ല.
കാരണം അവിടെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹിന്ദുത്വത്തിനെതിരായിട്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ട്, കാശ്മീർ വിഷയം, അഫ്സൽ ഗുരുവിന്റെ വിഷയം, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു വ്യക്തത വേണം. സെലിബ്രിറ്റീസിന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണം എന്നുള്ളതാണ് അവരോടും പറയാനുള്ളത്.